1 plus square root of 1 plus 3 plus 5 plus 7 plus dash 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 4047 എത്രയാണ്? ആ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? 9 sorry 1 plus 3 plus 5 is equal to 9. Square root of 9 is equal to 3 ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 1 ഉൾപ്പെടെ 3 നമ്പേഴ്സ് ആണ്. 1 to 5 how many odd numbers എന്നതിന്റെ മറുപടി 5 plus 1 by 2 ആണ്. That is 6 by 2. അവസാനം കാണുന്ന സംഖ്യയുടെ കൂടെ 1 കൂട്ടിയിട്ടാണ് നമ്മൾ പകുതി എടുത്തിട്ടാണ് എത്ര ഓഡ് നമ്പർ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, ഇത് റൂട്ടിനുള്ളിലാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്ര ഓഡ് നമ്പർ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എത്ര ഓഡ് നമ്പർ ഉണ്ട് എന്ന് നോക്കിയാൽ അവിടെ 3 ഓഡ് നമ്പർ ആണ്. അപ്പൊ അതിന്റെ ആൻസർ 3 ആയിരിക്കും. ഇവിടെ 1 മുതൽ 4047 വരെ 1 to 4047 വരെ ഈ റൂട്ട് ഇല്ല എന്ന് വിചാരിക്കുക. റൂട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മറുപടി എന്താണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു 1 plus 3 plus 5 plus 7 plus dash 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 4047 ഇതിന്റെ ആൻസർ നിങ്ങളോട് ചോദിച്ചാൽ ഈ റൂട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട മറുപടി 1 to 4047 വരെ we have how many odd numbers? ധ്യാന 1 മുതൽ 4047 വരെ നമുക്ക് എത്ര ഒറ്റ സംഖ്യകളുണ്ട്? ദേവനന്ദ 2024. ഇനി ഇതിന്റെ സം എത്രയാണെന്ന് ചോദിച്ചാൽ 1 മുതൽ 4047 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങളോട് 1 മുതൽ ഇവിടെ നോക്കൂ 1 3 5 7 dash 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 up to 9 അല്ലെങ്കിൽ 7 plus 9 ഇങ്ങനെ നോക്കൂ. 1 മുതൽ 9 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാണ്? 25. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണോ? അങ്ങനെയാണോ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? ആ, എത്ര എണ്ണം ഉണ്ട് നോക്കുന്നു. ഇവിടെ 1 മുതൽ 9 വരെ ഓഡ് നമ്പേഴ്സ് 5 എണ്ണമാണ്. അപ്പൊ 5 into 5. അപ്പോൾ 1 മുതൽ 9 വരെ നമുക്ക് 9ന്റെ 1 10, 10ന്റെ പകുതിയായ 5, 5 into 5 എത്ര എണ്ണമുണ്ടോ ആ എണ്ണത്ത് കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ 1 മുതൽ 9 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 5നെ 5 കൊണ്ട് ഗുണിക്കുന്നു. ഇനി എന്റെ ചോദ്യം ഇതാണ്, 1 മുതൽ 4047 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 2024 ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കുക? പറയും. 2024 സ്ക്വയർ. പക്ഷെ അത് റൂട്ടിനുള്ളിലേക്ക് വരുമ്പോഴോ അതിന്റെ ആൻസർ 2024 തന്നെ ഉണ്ടാവും. ഇത് നിങ്ങൾ ക്ലിയർ ആയോ പറഞ്ഞത്? ദേവനന്ദ, ഇത് ക്ലിയർ ആയോ? ആ, എത്ര കുട്ടികൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ? ആ, അതൊന്ന് വിവരിച്ചു കൊടുക്കാമോ? എന്തുകൊണ്ടാണ് നമുക്ക് ഈ 2024 കിട്ടിയതെന്ന്? 1 plus 3 plus 5 plus 7 plus up to 4047 ഇതിന്റെ റൂട്ടാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നോക്കി 1 plus 3 plus 5 plus 7. അപ്പോൾ 1 plus 3 plus 5ന്റെ സ്ക്വയർ റൂട്ട് നോക്കുമ്പോൾ 9ന്റെ സ്ക്വയർ റൂട്ടാണ് കിട്ടുക. അത് 3 ആണ്. അവർ എത്ര സ്ക്വയർ നമ്പേഴ്സ് ഉണ്ട്? 1 3 5 3 എണ്ണാണുള്ളത്. അപ്പോൾ ഒരു ഇതിന്റെ സമ്മ് കാണാം, അല്ലെങ്കിൽ കുറച്ച് സംഖ്യകളുടെ കുറച്ച് ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ അതിന്റെ സ്ക്വയർ റൂട്ട് എത്ര എണ്ണം ഉണ്ടോ അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പൊ നമ്മള് ഇവിടെ 4027 447 ആണ് 47 വരെയുള്ള
ഓഡ് നമ്പേഴ്സിന്റെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ 4047 നമ്മൾ 1 കൂട്ടി പകുതിയാക്കി 2024 ഓഡ് നമ്പേഴ്സിൽ നിന്ന് കിട്ടി. ഈ 2024ന്റെ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മള് 2024നെ റൂട്ടിനുള്ളിൽ സ്ക്വയർ വരുമ്പോൾ അതിന്റെ സ്ക്വയർ ക്യാൻസൽ ആയിട്ട് 2024 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞാണ്. അപ്പോൾ കണക്കിന്റെ പ്രത്യേകത ചോദ്യം വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 1 minus 2 plus 3 minus 4 plus dash 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 plus up to 25 എത്രയാണ്? ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും ടൈപ്പ് ചെയ്യട്ടെ. എന്താ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? 13 ടൈപ്പ് ചെയ്തത്. ഓക്കെ, ശരിയാണ്. 13 ആൻസർ ശരിയാണ്. ഇത് കണ്ടെത്താനുള്ള മാർഗം ഇവിടെ കാണുന്ന 25ന്റെ കൂടെ 1 കൂട്ടുന്നു, 26, 26ന്റെ പകുതി എടുക്കുന്നു, 13. ഇത് ഞാൻ വിവരിക്കേണ്ടതുണ്ടെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയണം, ഇല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. വിവരിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എങ്ങനെയാണ് ഇത് 13 കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നോക്കൂ, നിങ്ങളോട് ചോദിച്ച ചോദ്യം 1 മുതൽ 25 വരെ രണ്ടായിട്ട് കാണാൻ. നമുക്ക് ഇവിടെ ഓഡ് നമ്പേഴ്സ് ഉണ്ട്, ഈവൻ നമ്പേഴ്സ് ഉണ്ട്. 1 to 25 വരെ how many odd numbers? Dhyana, 1 to 25 how many odd numbers? Dhyana, 30. sorry, കേട്ടില്ല. 13. 1 to 25 വരെ 13 odd numbers ഉണ്ട്. 13 odd numbersന്റെ സമ്മ് കാണാൻ 13 into 13 ആണ്. ഇനി അടുത്ത ധ്യാനയോട് എന്റെ ചോദ്യം, 2 മുതൽ 24 വരെ, ഇവിടെ 24 ഉണ്ടല്ലോ, കാരണം 25 തൊട്ടേക്ക് 24 വരണം. 2 മുതൽ 24 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് മോളെ? How many even numbers from 2 to 24? 13. അത് 13 ഉണ്ടാവോ? ദേവനന്ദ, 2 to 24 how many even numbers? 12 അല്ലേ? 12 അല്ലേ ഉണ്ടാവും. 24ന്റെ പകുതിയല്ലേ ഉണ്ടാവും. പിന്നെന്താ സംശയം? 2 to 10 how many even numbers? 2 to 10. ഞാൻ ഒരു കുട്ടീനോട് എല്ലാരും കൂടി വെള്ളം വെക്കാതെ, എല്ലാരും കൂടി മൈക്ക് ഓൺ ചെയ്യാതെ ഞാൻ ഒരു കുട്ടീനെ വിളിക്കട്ടെ. ഒരു കുട്ടി മാത്രം മറുപടി, എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു കുട്ടി മറുപടി പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവർ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ചോദ്യം ഇതാണ്, ദേവനന്ദ മറുപടി പറയും മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. 2 മുതൽ 10 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 5. 1 to 19 വരെ how many odd numbers? 10. 19 plus 1/2. ശരിയാണ്. ഇനി അടുത്ത ചോദ്യം, 10ാമത്തെ 10th ഓഡ് നമ്പർ ഏതാണ്? 19. 10ന്റെ ഡബിൾ ചെയ്യുക, 1 കുറയ്ക്കുക. 10ന്റെ ഡബിൾ ചെയ്യുക, 1 കുറയ്ക്കുക. ഇനി 19 എത്രാമത്തെ ഓഡ് നമ്പർ ആണ്? 10. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം. ഇവിടെ
2 മുതൽ 24 വരെ ഹൗ മെനി ഈവൻ നമ്പേഴ്സ്? 12. അപ്പൊ 12 ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ 12 into 13 ആണ്. 13 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ 13 into 13 ആണ്. ദാറ്റ് ഈസ് 169. 12 ഓഡ് ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ 12 into 13 ആണ്. നിങ്ങളത് അറിയില്ലേ? 1 plus 3 plus 5 is equal to 3 into 3, that is 9. 2 plus 4 plus 6, that is 3 into 4, that is 12. കാരണം എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടോ തൊട്ടടുത്തതുകൊണ്ട് ഗുണിച്ചാൽ മതി. ഓഡ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി. അത് നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ ഈ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടാൽ മതി. 13 into 13 ഉണ്ട്, ഇവിടെ 12 into 13 ഉണ്ട്. ഒരാളുടെ കുറവുണ്ട്, ഒരു 13ന്റെ കുറവുണ്ട്. സോ 13 is our answer. അല്ലെങ്കിൽ ഈ 256 കണ്ടിട്ട് കുറച്ചാലും മതി. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇവിടെ ഏറ്റവും ഈസി ആയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 25 ആണുള്ളത്. 25 ഒന്ന് കൂട്ടുക, പകുതിയാക്കുക. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. 16 നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യൂ. ആരെങ്കിലും ഒരാൾ പറയൂ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 1008. Okay. Again divided by 2. 504. Again divided by 2. 252. Again divided by 2. 126. Again divided by 2. 63. Okay. 63 ആണ്. അപ്പൊ ഈ 63 കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ അവസാനിപ്പിക്കാം. ബിക്കോസ് 63 is അതവിടെ അവസാനിപ്പിച്ചിരിക്കുക. നിങ്ങൾ ഇവിടത്തേക്ക് നോക്കൂ. 2 how many times? 5 times. അപ്പൊ 2ന്റെ ഈ n-ന്റെ ആൻസർ 5 ആണ്. 5 times ആണ്. 2 raised to 5 അത് നിങ്ങൾക്കറിയാം 32 ആണെന്ന്. 2 raised to 5 is 32. അതൊരു ഈവൻ നമ്പർ ആണ്. ഇനി 2 raised to n ഇവിടെ 5 കൊടുത്തു. n plus 5 plus 1, 5 plus 1 is 6. ആ 6 2 raised to 6 എന്ന് പറഞ്ഞാൽ 64 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ 63 ആണ്. ആ 63 ആണ് ഇവിടെ ഉള്ളത്. 63. അപ്പൊ നമുക്ക് 32 into 63 you will get 2016 കിട്ടും. അപ്പൊ 63 എന്ന ഓഡ് നമ്പറും 32 എന്ന ഈവൻ നമ്പറും തമ്മിൽ ഗുണിച്ചാണ് കിട്ടിയത്. അതൊന്നും നമ്മൾ കാണണ്ട. നമുക്ക് ഈ ആൻസർ മാത്രം കിട്ടിയാൽ 2 raised to 5 എന്നുള്ള ആൻസർ മാത്രം കിട്ടിയാൽ 2 raised to 5 നമ്മുടെ n-ന്റെ വില 5 ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. Yes or no? Yes. Okay. ഇനി നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന വേറെ ചോദ്യം ഒരു പക്ഷേ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. പാറ്റേണിൽ നിന്ന് ചോദ്യം വരാറുണ്ട് സാധാരണ. അത് നമുക്ക് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. 1 3 5. ഓ ആരോ അവിടുന്ന് അശ്രദ്ധമായിട്ട് മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ 2-3 കുട്ടികൾക്ക് മാത്രമേ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റൂ. ധ്യാന കേൾക്കാമോ? ദേവനന്ദ കേൾക്കാം അല്ലേ? യെസ്. ചോദ്യം നോക്കിക്കോളൂ. 1 3 5 ഞാൻ ഓഡ് നമ്പർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 7 9 11 13 15 17 19. ഇതൊരു പാറ്റേൺ ആണ്. അത് നമ്മൾ ഇങ്ങനെ തുടരാന്ന് വിചാരിക്കുക. ചോദ്യം വരുന്നു, what is the sum of all numbers in the 20th line? 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും സം എത്രയാണ്? ടൈപ്പ് ചെയ്തോളൂ. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ധ്യാന ആരും ടൈപ്പ് ചെയ്തില്ല. നോക്കട്ടെ, ആരെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ധ്യാന, ഈ 1ാമത്തെ വരി 1 തന്നെയാണ്. 2ാമത്തെ വരി കൂട്ടിയാൽ എത്രയാണ്?
8. And what is the third line? Add ചെയ്താൽ എന്താ ദേവനന്ദ ഉത്തരേക്ക് പോരാത്തത്? ഈ 9, 7, 11 കൂടി കൂട്ടിയാൽ എത്ര നല്ല ചോദ്യം? 27. And what is the sum of the fourth line? കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കിയെങ്കിൽ പറഞ്ഞാൽ മതി. ഫോർത്ത് ലൈൻ്റെ സം എത്രയാണ്? ഫോർത്ത് ലൈൻ്റെ സം എത്രയാണെന്ന് പറയൂ ധ്യാന. 64. നിങ്ങളെയും കാത്തേ നിൽക്കുന്നത്, നിങ്ങൾ കോഹോസ്റ്റ് ആയിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. 64. അപ്പോൾ 1, 8, 27, 64ന്റെ പ്രത്യേകത എന്താണ് ധ്യാന? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിന്റെ പ്രത്യേകത എന്താണ്? എന്റെ ചോദ്യം ഇതാണ്, ഈ 1, 8, 27 എന്ന ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ആർക്കും പറയാൻ പറ്റും ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഒരു സംഖ്യയെ 3 തവണ മൾട്ടിപ്പിൾ ചെയ്താണ് ഇത് കിട്ടുന്നത്. 1 into 1 into 1, 2 into 2 into 2. അതിനാണല്ലേ ക്യൂബിക് നമ്പർ എന്ന് പറയുന്നത്. This one is 3 into 3 into 3. This one is 4 into 4 into 4. അങ്ങനെയാണ് ഇതൊക്കെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഓരോ ലൈനും നിങ്ങൾ നോക്കൂ. രണ്ടാമത്തത് 2ന്റെ ക്യൂബ്, മൂന്നാമത്തത് 3ന്റെ ക്യൂബ്, നാലാമത്തത് 4ന്റെ ക്യൂബ്, 64. അങ്ങനെയാണെങ്കിൽ 20ാമത്തത് എങ്ങനെ കിട്ടും ധ്യാന? 20ന്റെ ക്യൂബ്. 20ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 20 into 20 into 20. എത്രയാണ് ധ്യാനം? അത് 8000. അപ്പം വരുന്ന പാറ്റേൺ ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. പാറ്റേൺ ശരിക്കും ശ്രദ്ധിച്ചിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കണം നിങ്ങൾ. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതിൽ നിന്ന് എന്താണോ 1, 2, 3 പാറ്റേൺ തരും നിങ്ങൾക്ക്. 1, 2 നിങ്ങളെ വക എഴുതി നോക്കിയിട്ട് കണ്ടുപിടിക്കണം. 1 തന്നെ 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് വേറൊരു പാറ്റേൺ ആണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുക, 19ാമത്തെ വരിയിലെയും 20ാമത്തെ വരിയിലെയും ലാസ്റ്റ് നമ്പേഴ്സിന്റെ സം എത്രയാണ്? 19th ലൈനിലെയും 20th ലൈനിലെയും ലാസ്റ്റ് നമ്പേഴ്സിന്റെ സം എത്രയാണ്? അത് കണ്ടുപിടിക്കാനുള്ള മാർഗം, ഇവിടെ 20നെ 20 കൊണ്ട് ഗുണിച്ചാൽ മതി. രണ്ടാമത് സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി. കാരണം ഇവിടെ നിങ്ങൾ ആ സമയത്ത് ഇവിടെയുള്ള ഇത് ശ്രദ്ധിക്കുക. 1, 2, 3, 4. നിങ്ങളോട് ചോദിക്കുന്നു 3ാമത്തെ ലൈനിലെയും 4ാമത്തെ ലൈനിലെയും ലാസ്റ്റ് നമ്പേഴ്സിന്റെ സം എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ 6ഉം 10ഉം കൂടി കൂട്ടാൻ നിൽക്കണ്ട. പകരം 4ാമത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 16 ആയിരിക്കും ആൻസർ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആരൊക്കെ മൈക്കാണെന്ന് ഓൺ ചെയ്തിട്ട് അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യും. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ശരി. ദേവനന്ദ, ഇത് മനസ്സിലായോ സംഭവം? ഇത് എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ കുറച്ചധികം മനസ്സിലായിക്കോ. ഈ പാറ്റേണിന്റെ പ്രത്യേകത നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഈ പാറ്റേണിന്റെ ഒടുവിൽ കാണുന്ന ആളുകൾ ശ്രദ്ധിച്ചു നോക്കൂ. 1, 3, 6, 10, 15 ആണ്. These numbers are called triangular numbers. Triangular numbers, ത്രികോണ സംഖ്യകളാണ്.
ത്രികോണ സംഖ്യകൾ നിങ്ങൾക്ക് അറിയാം. 1 into 1 is equal to 1, 1 plus 2 is equal to 3 ഇതാണ് ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ്. ഈ ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ ഒരു പ്രത്യേകത, ഈ ട്രയാങ്കുലർ നമ്പർ അടുത്തടുത്ത ട്രയാങ്കുലർ നമ്പർ ആഡ് ചെയ്താൽ, ഇപ്പൊ 1ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കിട്ടും. 3ഉം 6ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 കിട്ടും. So sum of two consecutive triangular number is a square number. 6 plus 3 that is 9. 6 plus 10 that is 16. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്ക്വയർ നമ്പർ ആണ് കിട്ടുക. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു 1 2 3 4 5 നാലാമത്തെ വരിയിലെയും അഞ്ചാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പറിന്റെ സം എത്രയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ നാലാമത്തെ വരിയിലെ അവസാന നമ്പറായ 10ഉം അഞ്ചാമത്തെ വരിയിലായ അവസാന നമ്പറായ 15 കൂടി കൂട്ടിയാൽ എത്ര എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം നിങ്ങൾ 10ഉം 15ഉം കൂട്ടാൻ നിൽക്കണ്ട. പകരം അഞ്ചാമത്തെ വരി ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 25 ആയിരിക്കും ഉത്തരം എന്നാണ്. ഇത് ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതായിരുന്നു നേരത്തെ, 19th ലൈനിലെ ലാസ്റ്റ് നമ്പറും 20th ലൈനിലെ ലാസ്റ്റ് നമ്പർ തമ്മിൽ ആഡ് ചെയ്താൽ എത്ര എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്താണ്? 20 into 20 എത്രയാണ്? 400. ഇതായിരിക്കും ആൻസർ. അപ്പൊ ഈ പാറ്റേൺ പല ടൈപ്പിൽ ചോദിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കുക നിങ്ങൾ. അത് ആദ്യം 2-3 ചെയ്ത് നോക്കിയിട്ട് വേണം അതിന്റെ ആൻസറിലേക്ക് പോകേണ്ടത്. ഇനി നിങ്ങൾ ഇന്നലെ അയച്ചു തന്ന ചില ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യം ലൈനായിട്ട് ബന്ധപ്പെട്ട്, പാരലൽ ലൈനായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ ആണോ എല്ലാവരും? യെസ് ഓർ നോ? യെസ്. അപ്പം എല്ലാവരും പെൻസിലുകൊണ്ട് ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. 1 2 3 വരയ്ക്കുക. ആദ്യത്തെ എ ബി എന്ന് പേര് കൊടുക്കുക. സെക്കൻഡ് വൺ സി ഡി ആണ്. തേർഡ് വൺ നിങ്ങൾക്ക് സി ഡി കൊടുക്കാം, വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം. പി എം എന്തുവേണം പേര് കൊടുക്കാം. ഇവിടെ ഇതിങ്ങനെ കട്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് 85 ഡിഗ്രി കൊടുക്കുന്നു. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെയുള്ള ആംഗിളാണ് എക്സ്. ഇത് എത്രയായിരിക്കും? കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ. 95 ആണോ എന്നാണ് ചോദ്യം. 95 ആണ്. എങ്ങനെ കിട്ടി എന്ന് കൂടി പറയൂ. ഓക്കെ, ആ ശരി. ഇനി ഒരു കുട്ടി മുന്നോട്ട് വരൂ. അത് ഏതെങ്കിലും കുട്ടിയുടെ പേര് പറയാം. ഏതെങ്കിലും കുട്ടി, ഞാൻ സ്കൂളിന്റെ പേര് വിളിക്കാം. ആ പേര് പറയൂ. ദേവനന്ദ. ആ ദേവനന്ദ അല്ലാണ്ട് വേറെ ഏതെങ്കിലും കുട്ടി വരട്ടെ മുന്നോട്ട്. കുറെ നേരം ദേവനന്ദ, അടുത്ത് വേറെ ഏതെങ്കിലും കുട്ടി വരട്ടെ. കണ്ണൂരിലൊരു കുട്ടി വരും. കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും കുട്ടി മുന്നോട്ട് വരും. ഇല്ലേ? ആരുമില്ല. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു കുട്ടി മുന്നോട്ട് വാ. പേരെന്താ? ആ എങ്ങനെയാണ് ഈ എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഇത് 85 ആണ്. ഇത് എത്രയായിരിക്കും? 95. അതെന്തുകൊണ്ടാ? കോഇന്റീരിയർ ആംഗിൾസ്. സപ്ലിമെന്ററി ആണ്. കോഇന്റീരിയർ ആംഗിൾസ് ആണ്. ശരി. ഇനി ഇത് രണ്ടും 95 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 90. അതെന്തുകൊണ്ടാ? ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് 95 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 85. ഇത് 85 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 85.
ഇത് 85, ഇത് എത്രയായിരിക്കും? 95. അപ്പൊ ഇത് അങ്ങനെ ഒന്നും പോകേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ കിട്ടും കേട്ടോ. ഈക്വൽ എന്ന് കൊടുത്താൽ മതി. ഞാനതൊന്ന് വെറുതെ ബാക്കിയുള്ള ആംഗിൾസ് കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊരിക്കൽ പരീക്ഷയ്ക്ക് വന്നാണ്, 2015 ഈ ചോദ്യം വന്നത്. ഇനി എക്സാമിന് വന്ന വേറൊരു ചോദ്യം നോക്കാം. ആ ചോദ്യം ഇന്നലെ ഒരു കുട്ടി അയച്ചെന്നാണ്, നമുക്ക് നോക്കാം. അതില് പൈത്തഗോറസ് വരുന്നുണ്ടാവുന്നതാണ്. ഓക്കെ, ഒരു റെക്ടാങ്കിൾ വരച്ചു, ഞാൻ മുമ്പ് തന്നതാണ്. എന്നിട്ട് അതിന്റെ പേര് കൊടുത്തു, ABCD എന്ന് പേര് കൊടുത്തു. ഇതിന്റെ ലെങ്ത് നിങ്ങൾക്ക് തരികയാണ് 25. ഇത് ഇവിടുന്ന് ലേശം കട്ട് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, P എന്നിട്ട് പേര് കൊടുക്കുക. എന്നിട്ടോ ബിയിൽ നിന്ന് പിയിലേക്ക് ഒരു ലൈൻ കൊടുക്കും, ഒരു കണക്ഷൻ. ആ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഈ BP ഇത് ഞാൻ 15 സെന്റിമീറ്റർ കൊടുക്കുന്നു. DP അത് 13 സെന്റിമീറ്റർ ആണ്. എന്റെ ചോദ്യം എന്താവാം ധ്യാന? ചോദ്യം ഇതാണ്. ഈ ഒരു കാര്യം ഇതെന്താ നമ്മൾ പറയാ? ട്രപ്പീഷ്യം. എന്താണ് ട്രപ്പീഷ്യം? ഈ ട്രപ്പീഷ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഷെയ്ഡ് ചെയ്യുന്നു. ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, ഈ ട്രപ്പീഷ്യത്തിന്റെ മാത്രം ഏരിയ എത്രയാണ്? What is the area of the shaded portion? ധ്യാന, ഇതിന്റെ ആൻസർ കിട്ടിയോ? ചെയ്തോണ്ടിരിക്കുക. ശരി, എല്ലാവരും ചെയ്യട്ടെ. ബാക്കിയുള്ളവരൊക്കെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. (171) ടൈപ്പ് ചെയ്ത ഒരു കുട്ടി മുന്നോട്ട് വരും. ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റും ഇതെങ്ങനെയാ കിട്ടുന്നത്? ആ, എങ്ങനെയാണ് കിട്ടുന്നത്? ഹലോ. ഓ, എന്താ പേര് പറഞ്ഞത്? ഹരിനന്ദ്. ഹരിനന്ദ്, AB-യുടെ നീളം എത്രയാണ്? 25. BC നമുക്ക് തന്നിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് തന്നിട്ടില്ല. ഈ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ആദ്യം പോകേണ്ടത് ഇതിലേക്കാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. ഇവിടെ C എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇത്. ഏറ്റവും നീളം കൂടിയ വശം കർണം 15. ഇവിടെ 13 തന്ന സ്ഥിതിക്ക് DP നിങ്ങൾക്ക് 13 തന്ന സ്ഥിതിക്ക് PC എന്നത് എത്ര ഉണ്ടാവും ധ്യാന? 12. ശരി, PC 12ഉം PB 15 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ കണ്ടെത്താൻ പ്രയാസമില്ല, ലംബം കണ്ടെത്താൻ ഒരു വിഷമവും ഇല്ല. അത് നിങ്ങൾ പഠിച്ചതാണ്. 15നെ സ്ക്വയർ ചെയ്യുക, അതിൽ നിന്ന് 12ന്റെ സ്ക്വയർ കുറച്ച് വെക്കുക. 15ന്റെ സ്ക്വയർ 225 ആണ്. 12 സ്ക്വയർ 144 ആണ്. ഇത് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 81 ആണ് കിട്ടുക. ആ 81ന്റെ സ്ക്വയർ റൂട്ട് ആണ് 9. അപ്പൊ ഇവിടെ നമുക്ക് 9 കിട്ടി. ഇനി നിങ്ങൾക്ക് ഇതിന്റെ മൊത്തം, ഈ റെക്ടാംഗിളിന്റെ മൊത്തം ഏരിയ കണ്ടെത്തണം. ഈ റെക്ടാംഗിളിന്റെ മൊത്തം ഏരിയ കണ്ടെത്താൻ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഇവിടെ 25 × 9 ചെയ്യുന്നു. ഈ 25 × 9 ചെയ്യാനൊന്നും
ഗുണിച്ചു വെക്കാനൊന്നും പോകണ്ട. 25ന് 10 കൊണ്ട് കുടിച്ചാൽ നിങ്ങൾക്കറിയാം 250 ആണ്. 250 നിന്ന് ഒരു 25 കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പൊ 225 ആയിരിക്കും ഇത് ടോട്ടൽ. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ 225 ആണ്. 225 നിന്ന് ഈ ഒരു പീസ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. ഈ ഒരു പീസ് വേണ്ട എന്ന് പറയും. ഈ ട്രയാങ്കിൾ നമുക്ക് വേണ്ട. നമ്മളോട് ചോദിച്ച ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രമാണ്. ട്രപ്പീഷ്യത്തിനാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ബി എച്ച് വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയും. ഹാഫ് ബി എച്ച് വെച്ച് ഇതിനെ കട്ട് ചെയ്യാൻ എങ്ങനെ വരും? 1/2 × 12 × 9. 12ന്റെ പകുതി 6, 6 9 54 ഇത് 54 ആണ്. 54. സോ ഈ 54 നമുക്ക് ഈ 225 മൈനസ് ചെയ്യണം. എന്നാലേ ഈ ഒരു പീസ് കിട്ടും. അങ്ങനെ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് 171 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് മനസ്സിലായവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. മനസ്സിലാകാത്തവർക്ക് മൈക്ക് ഓൺ ചെയ്ത് തരാം, ചോദിച്ചാൽ മതി. ഒന്നുകൂടി പറയണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാരായിരുന്നത്? ദേവനന്ദ, ഇതൊന്ന് വിവരിച്ചു കൊടുക്കാമോ? 9 കിട്ടിയെന്ന് പറഞ്ഞാല് ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടെത്താനുള്ള സൂത്രവാക്യം എന്താ മോളെ? ഹാഫ് ബി എച്ച്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ത്രികോണം എടുത്തു കഴിഞ്ഞാല് 1/2 × 9 × 12 ചെയ്യണ്ടേ? 9 ഈ കാണുന്നത്. 9 കിട്ടിയത് 9 കിട്ടിയത് ഈ മട്ടത്രികോണം നമ്മൾ ആദ്യം എടുത്തില്ലേ? ഈ മട്ടത്രികോണം ഇതിന്റെ ഏറ്റവും നീളം കൂടിയ വശം 15 അല്ലേ? 15ന്റെ സ്ക്വയർ ചെയ്ത് എത്ര കിട്ടും? 225. 225 സ്ക്വയർ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് 12 ഇല്ലേ? ആ 12ന്റെ സ്ക്വയർ ചെയ്താലോ? 225 144 മൈനസ് ചെയ്താലോ? 81ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നിങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കാര്യം ഒന്നും ക്ലാസ്സിൽ എടുത്തിട്ടില്ലേ? ശരി ധ്യാന, ഇത് മനസ്സിലായോ? അതൊന്ന് വിവരിക്കാമോ? യെസ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഷെയ്ഡ് ആയിട്ടുള്ള പോർഷന്റെ ഏരിയ എത്രയാണ്. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഫുൾ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു റെക്ടാംഗിൾ ഒരു സൈഡിന്റെ ലെങ്ത് 25 ആണ് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടില്ല. ആദ്യം നമ്മൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. ബ്രെഡ്ത്ത് കണ്ടുപിടിക്കേണ്ട രീതി ഫസ്റ്റ് നമ്മൾക്ക് ഈ ഒരു തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ബേസ് 12 ആണ് മനസ്സിലായി. ബട്ട് അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 12 സ്ക്വയർ ആയ 114നും 15 സ്ക്വയർ ആയ 225ഉം മൈനസ് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന 81ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 81ന്റെ സ്ക്വയർ റൂട്ടാണ് 9. അപ്പൊ നമുക്ക് 9 ആണ് അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്നത് കിട്ടി. 9 സെന്റിമീറ്റർ ആണ് അതിന്റെ ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 9 ആണ് ചെയ്യേണ്ടത്. 12 ഇൻറ്റു 9 12ന്റെ പകുതി എടുത്താൽ മതി. 108 കിട്ടും. 108 ഹാഫ് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 54. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, 12ന്റെ പകുതി എടുത്താൽ മതി മോളെ. 12ന്റെ പകുതി എടുക്കുക. എത്രയാണ്? 6. 6 × 9 ചെയ്താൽ പോരെ? അങ്ങനെ ചെയ്യാം. എന്നിട്ട് 54 കിട്ടി. അപ്പൊ ആ 54ന്റെ നമ്പർ നമ്മൾ ടോട്ടൽ ഏരിയ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ടോട്ടൽ ഏരിയ 225 ആയിരുന്നു. 225 54 സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 171 ആണ്. അപ്പൊ നമ്മൾക്ക് ഷെയ്ഡ് പോർഷന്റെ ഏരിയ 171 ആണ് കിട്ടി. ഇവിടെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് 2-3 പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആ ഇക്വേഷൻ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് നിങ്ങളോട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വന്നാൽ അങ്ങനെ വരൂല, അത് വേറെ രീതിയിലൊക്കെയാണ് വരിക. ദിസ് വൺ ഈസ് 24, ദിസ് ഈസ് ദ ബേസ്
and this is 10. Perpendicular altitude 10 ആണ്. What about this one? ഇത് നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ 24നെ സ്ക്വയർ ചെയ്യുന്നു, നിങ്ങൾക്ക് 576 കിട്ടുന്നു. 10നെ സ്ക്വയർ ചെയ്യുന്നു, നിങ്ങൾക്ക് 100 കിട്ടുന്നു. ടോട്ടൽ 676 ആണ്. ആ 676ന്റെ സ്ക്വയർ റൂട്ട് 26 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിനെ h എന്നും ഇതിനെ b എന്നും ഇതിനെ a എന്നും എടുത്തു കഴിഞ്ഞാൽ h സ്ക്വയർ ഈസ് ഈക്വൽ ടു b സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്നാണ് ഇതിന്റെ ഇക്വേഷൻ. അല്ലെങ്കിൽ h ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ പ്ലസ് a സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നിങ്ങൾ പോകണ്ട. ഇത്ര ചോദ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ 26 കിട്ടാൻ ഞാൻ വേറൊരു മാർഗം പറഞ്ഞുതരാം. അത് ശ്രദ്ധിച്ചോളൂ. അത് കാർപ്പന്റേഴ്സ് മെത്തേഡ് ആണ്. ഈ 24 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ലെങ്ത് ആണ് ഏറ്റവും നീളം കൂടിയത് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വേറൊരു മാർഗം 24നെ നിങ്ങൾ 8 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിയാം. 8 ഒരു സ്ഥിരസംഖ്യയാണ്. 24 divided by 8 you will get 3. 24 നിന്ന് 3 മൈനസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 21 കിട്ടും. ആ 21ന്റെ കൂടെ ഈ ആൾട്ടിറ്റ്യൂഡായ 10ന്റെ പകുതി കൂട്ട് 5. അപ്പൊ 26 കിട്ടിക്കോളും. ഇത് വേറെ ഏത് സംഖ്യ വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കൂ. ഇവിടെ 8, ഇവിടെ 6. 8 സ്ക്വയർ നിങ്ങൾക്ക് അറിയാം 64 ആണെന്നും 6 സ്ക്വയർ അറിയാം 36 ആണെന്നും രണ്ടും കൂടി ആഡ് ചെയ്താൽ 100 ആണെന്നും അറിയാം. 100ന്റെ സ്ക്വയർ റൂട്ട് 10 ആയിരിക്കും. ഞാൻ പറഞ്ഞ ഈ കാർപ്പന്റേഴ്സ് മെത്തേഡ് എടുത്ത് നോക്കൂ നിങ്ങൾ. 8 ഡിവൈഡ് ബൈ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 8ൽ നിന്ന് 1 കുറയ്ക്കുന്നു 7 പ്ലസ് 6ന്റെ പകുതി എടുക്കുന്നു 3 ദാറ്റ് ഈസ് 10. അപ്പോൾ എല്ലാം 10 ആണ്. ഈസ് ഇറ്റ് ക്ലിയർ ടു യു? യെസ് ഓർ നോ? ഉണ്ടെന്നില്ലേ? ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താണോ അല്ലെങ്കിൽ അല്ലാത്തതാ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു എളുപ്പ വിദ്യ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ 4 തന്നു, ഇവിടെ 3 തന്നു. നിങ്ങളോട് ചോദിക്കുന്നു ഇത് എത്രയാണ്? നിങ്ങൾ എന്താ ചെയ്യുക? 4ന്റെ സ്ക്വയർ എടുക്കും 16, 3ന്റെ സ്ക്വയർ എടുക്കും 9, രണ്ടും കൂടി കൂട്ടും 25. അതിന്റെ സ്ക്വയർ റൂട്ടായ 5 കിട്ടും. ഇത് വലിയ സംഖ്യയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ രീതി ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 4നെ നിങ്ങൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അരയാണ്, 1/2 ആണ്. 4ന്ന് അര കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3.5 കിട്ടും, 3.5 പ്ലസ് 3ന്റെ പകുതി 1.5. 3.5 കൂടി ആഡ് ചെയ്താൽ 5. അത് വേറെ കൂട്ടത്തിലൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മറ്റൊരു രീതി ചെയ്താൽ മതി. അടുത്തതിലേക്ക് പോകാം. അടുത്ത ഒരു ചിത്രമാണ്. ആ ചിത്രം വരയ്ക്കാം. നിങ്ങൾക്ക് എല്ലാവരും ആ ചിത്രത്തിലേക്ക് നോക്കാം. റെക്റ്റാങ്കിൾ വരയ്ക്കും. ഇതിന്ന് 3 വാക്കിന്റെ ചോദ്യം ഉണ്ട് കേട്ടോ പരീക്ഷക്ക്. ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇവിടെ ഈ റെക്റ്റാങ്കിളിന്റെ മിഡ് പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തുക. അത് 4ന് കൊടുക്കുക. 4, 4. കാരണം അപ്പം ടോട്ടൽ 8 ആണെന്ന് മനസ്സിലായി. ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ 5. അപ്പൊ ഇത് 3. ഇവിടുന്ന് ലേശം ഇട്ടിട്ട് ഒരു 2 അടയാളപ്പെടുത്തി 2 സെന്റിമീറ്റർ. ഇവിടെയും അതേതിൽ 2 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇതങ്ങോട്ടൊന്ന് യോജിപ്പിക്കാം. ഇന്നൊരു കുട്ടി അയച്ചു തന്നാണ്. ഇത് യോജിപ്പിച്ചു. ഇവിടുന്ന് ഇങ്ങോട്ട് പോയി, ഇവിടുന്ന് ഇവിടത്തേക്ക് വന്നു, ഇവിടുന്ന് ഇവിടത്തേക്ക് പോയി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രൂപം കിട്ടി, ഒരു കോർഡിനേറ്റർ കിട്ടി. അതിന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ഇതിന് എ എന്ന് കൊടുക്കാം, ഇത് ബി എന്ന് കൊടുക്കാം, ഇത് സി ആണ്, ഇത് ഡി ആണ്. ഈ എ ബി സി ഡിയുടെ ഏരിയ എത്രയാണ്? അപ്പൊ ഇത് ഇവിടെ ഇങ്ങോട്ട് 3 ആണ്, ഇതും 3 ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ്? അതായത് ഷെയ്ഡ് ചെയ്ത് തന്നാൽ മതി. ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ എത്രയാണ്? ടൈപ്പ് ചെയ്തോളൂ.
ഓക്കെ, ടൈപ്പ് ചെയ്തോ? Yes or no? കേട്ടില്ല. ഏതെങ്കിലും ഒരു കുട്ടി പറയൂ, എത്രയാണ് ആൻസർ? ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? മൈക്ക് ഓൺ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ശരി, മൈക്ക് ഓൺ ആണ്. യെസ്, മൈക്ക് ഓൺ ആണ്, പറയാം. 20 ആണ്. 20 എങ്ങനെയാ കിട്ടിയെന്ന് ഒരു കുട്ടിക്ക് പറയാൻ പറ്റുമോ? എങ്ങനെയാ 20 കിട്ടിയെന്ന്? ഒരാൾ മുന്നോട്ട് വാ, പേര് പറയൂ. ദേവനന്ദ, പറയാമോ 20 എങ്ങനെയാ കിട്ടിയത്? കിട്ടിയിട്ടില്ലേ? അതൊന്ന് സംശയം. ഈ 5ഉം 3ഉം എത്രയാ മോളെ? 8. അപ്പൊ ഇതിന്റെ നീളം എത്രയാ? 8. 3ഉം 2ഉം എത്രയാ മോളെ? 5. 3 + 2 5. 5 × 8 എത്രയാണ്? 40 അല്ലേ? സംശയം ഉണ്ടോ? ആണ്. പിന്നെന്താ സംശയം വന്ന്? 5 × 8 40 ആണ്. ഈ 40 ആണ് ഇതിന്റെ ഹോൾ ഏരിയ. ഈ റെക്ടാങ്കിളിന്റെ മൊത്തം ഏരിയ 40 ആണ്. 40യിൽ നിന്ന് ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട്, അതൊരു ട്രയാങ്കിൾ ആണ്. ഇത് ½ BH വെച്ചിട്ട് കട്ട് ചെയ്യുക. ½ × 4 × 3 ചെയ്താൽ ഇതും ഒഴിവാകും. അപ്പൊ ഇത് എത്ര ഉണ്ടാകും? 4 × 3 12ന്റെ പകുതി 6 ഉണ്ടാവും. ഇത് 4 × 3 12ന്റെ പകുതി 6 ഉണ്ടാവും. ഇത് 3 × 2 6, 6ന്റെ പകുതി 3 ഉണ്ടാവും. ഇത് 5 × 2 10, 10ന്റെ പകുതി 5 ഉണ്ടാവും. ഈ 5ഉം 3ഉം എത്രയാ പോലെ? 5 + 3 8. 8 + 6 14. 14 + 6 20. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 6നെ മാറ്റി, ഈ 6നെ മാറ്റി, ഈ 3യെ നമ്മൾ ഒഴിവാക്കി, ഈ 5നെ ഒഴിവാക്കി. അങ്ങനെയാകുമ്പോൾ ആ ടോട്ടൽ ചെയ്ത 20 ഇതിൽ നിന്ന് ഒഴിവാക്കണം. 20 ഒഴിവായാൽ എത്ര ഉണ്ടാവും? 20 cm². ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? യെസ് ഓർ നോ? യെസ്. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയത്. ഫ്രാക്ഷൻ എപ്പോൾ ചോദ്യം ഉണ്ടാവും, അത് മനസ്സിലാക്കുക. ഫ്രാക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾ പിന്നെ പല ടൈപ്പ് ചോദിക്കാറ്, പല രീതിയിൽ ചോദിക്കാറ്. അതിലൊരു സാധ്യതയുള്ള ചോദ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിതായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. 1/1 × 2 പ്ലസ്, ഇത് കുട്ടികൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഒന്നുകൂടി തരുന്നത്. 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് ഡാഷ് 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 1/9 × 10 എത്രയാണ്? ടൈപ്പ് ചെയ്തോളൂ. Sorry, 9/10. 9/10 ആണ്. ഓക്കെ, അത് എങ്ങനെയാ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? Yes or no? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയാ കിട്ടിയെന്ന്? ഹലോ. ആ ആ 1 × 1/2 എന്ന് പറയുന്നത് 1 - 1/2. എന്താ പേരെന്താണ്? ഏത് സ്കൂളാ? പറയൂ. എങ്ങനെ?
ആവുന്നില്ലല്ലോ, ക്ലിയർ ആവുന്നില്ല. ഏത് സ്കൂളാണ്? പുൽപ്പള്ളിയോ? മടപ്പള്ളി. ആ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയൂ. എങ്ങനെ? ഓക്കെ, 1/2 എന്നതിനെ നമുക്ക് 1 - 1/2 എന്ന് എഴുതാം. അതാണല്ലോ 1/2. പ്ലസ് ഇവിടെ ഉണ്ട്. ആ, പ്ലസ്. ഓക്കെ. ആ, ഇതോ? ആ, 1/3 എന്ന് എഴുതാം. ശരിയാണ്. അടുത്തത് ഒറ്റ മിനിറ്റ് ഞാൻ മറ്റുള്ള കുട്ടികൾ പറയട്ടെ. ഇത് 1 - 1/2 എന്ന് ഇതിനെ എഴുതാം. കാരണം ഒന്നിൽ നിന്ന് അര കുറച്ചാൽ അരയാണ്. ഇത് 1/2 1/2 - 1/3 എന്ന് എഴുതാം. അത് 1/6 ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 1/2 - 1/3 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 1/3 - 1/4 എന്ന് എഴുതാം. അത് 1/12 ആണ്. 1/3 - 1/4 എന്ന് പറഞ്ഞാൽ 1/12 ആണ്. അത് പിന്നെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. അടുത്തത് എങ്ങനെ വരും മോനെ, പറയൂ. ഈ ക്രമത്തിൽ പോകാണ്ട് അടുത്തത് എങ്ങനെ വരും? ആ, ഇൻഡോ എന്തായി പറയുന്നത്? യെസ്, അടുത്തൊരു കുട്ടി പറയൂ. എല്ലാരും കൂടി ദേവനന്ദ, ഇത് 1 - 1/2 എനിക്ക് മനസ്സിലായി. ഇത് 1/2 - 1/3 മനസ്സിലായി. ഇത് 1/3 - 1/4 മനസ്സിലായി. അടുത്തത് എങ്ങനെ വരും? 1/4 - 1/5. 1/4 - 1/5 വരും. അടുത്തത് 1/5 - 1/6 വരും. അടുത്തത് 1/6 - 1/7. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എത്ര എഴുതുന്നത്. ഇതെന്താന്ന് മനസ്സിലാക്കിട്ട് എഴുതാം. ആ, അടുത്തത് 1/7 - 1/8. ഞാൻ ഇവിടെ എഴുതുന്നത് 1/7. താഴെ എഴുതിയാലോ അല്ല അങ്ങോട്ട് എഴുതാൻ പറ്റുമോ? 1/7 - 1/8. ഓക്കെ. അടുത്തത് 1/8 - 1/9. 1/9. അടുത്തത് 1/9 - 1/10. 1/9 - 1/10. ഇതാണ് വരിക. ഇത് ഞാൻ നിങ്ങൾക്ക് ഇത്രയൊന്നും എഴുതി നോക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. ഇതൊന്നുമില്ല. 1/2 - 1/3. 1/3 - 1/4. അത് 1/12 ആണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം. എന്നിട്ട് ഞാൻ ഈ പ്ലസ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചില്ല. പ്ലസ് 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 അതൊന്ന് വേർതിരിച്ചെടുക്കേണ്ടിട്ടാണ്. പ്ലസ്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ഇത് പ്ലസും മൈനസും വരുന്നിടത്തിലൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഇവിടെ -1/2, ഇത് +1/2 ആണ്. ഈ +1/2 കൂടി ഒന്നിച്ചിട്ടാൽ അതങ്ങ് 0 ആയി പോകും. അതുപോലെ -1/3 +1/3 അതും 0 ആയി പോകും. -1/4 +1/4 0 ആയി പോകും. അങ്ങനെ ഇതെല്ലാം അങ്ങ് 0 ആവും. ഇതെല്ലാം ഇല്ലാണ്ടാവും. അവസാനം നമുക്ക് ബാക്കി വരുന്നത് ഇവിടെ ആദ്യം കാണുന്ന ഈ 1 അവസാനം കാണുന്ന 1/10 മാത്രമേ ബാക്കി വരൂ. 1-ൽ നിന്ന് 1/10 കുറയ്ക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി. ഈ 10നെ ഡിനോമിനേറ്റർ ആക്കി മാറ്റുക. 10/10 എന്ന് 1നെ എഴുതാം. അതിൽ നിന്ന് 1/10 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 9/10 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 9/10 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, 1 × 10 10 - 1 that is 9 9/10 എന്ന് അങ്ങനെയും കിട്ടും. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ആ, ഇനി ക്ലിയർ ആവാത്തവരാരെങ്കിലും ഉണ്ടോ ഇതില്? എങ്ങനെ? ആ,
9/10 കിട്ടുന്നതാണ് 1 ഇവിടെ ഉണ്ട്, -1/10 ഇവിടെ ഉണ്ടല്ലോ. അതാണ്. വേറെന്താ സംശയം? എന്താ ചോദിച്ചോളൂ. ആ, ഇതൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇത് 1/2 അല്ലെങ്കിൽ 1/6 1/12 ചെയ്തിട്ട് LCM കണ്ടിട്ടൊക്കെ ചെയ്യാൻ പോകേണ്ട അർത്ഥത്തിലാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇതാവുകയും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി ഞാൻ ഹോംവർക്ക് തരികയാണ്. ഇന്നത്തെ ഹോംവർക്ക് അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിലൊക്കെ മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. ശരി. A number has 8 factors. Among them 2 numbers is 21 and 35. എങ്കിൽ ആ സംഖ്യ ഏതാണ്? A number has 8 factors. ഒരു സംഖ്യക്ക് 8 ഘടകങ്ങളുണ്ട് പോലും. അതിൽ 2 എണ്ണം ഏതൊക്കെയാണ്? 21ഉം 35ഉമാണ്. എങ്കിൽ വാട്ട് ഈസ് ദാറ്റ് നമ്പർ? ആ നമ്പർ ഏതാണ്? ഒരു സംഖ്യക്ക് 8 ഘടകങ്ങളുണ്ട്. അത് ആ 8 എണ്ണത്തിൽ 2 എണ്ണം 21ഉം 35ഉം ആയാൽ ആ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. ഞാൻ മലയാളവും പറഞ്ഞു, ഇംഗ്ലീഷും പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 2⁵ into 5⁵7. How many factors? ഇതിന് എത്ര ഘടകങ്ങൾ ഉണ്ട്? Third question. ആ 2 ക്വസ്റ്റ്യൻ എഴുതിയോ? അതെന്താ എഴുതി? പെരിമീറ്റർ ചുറ്റളവ് ഓഫ് എ ട്രയാങ്കിൾ is 30 centimeter. Perimeter of a triangle 30 centimeter. Squares of all 3 sides is 338 and ആ സൈഡ്സ്, ആ 3 സൈഡ്സിന്റെയും ലെങ്ത് എത്രയാണ്? ഒരു ട്രയാങ്കിളിന്റെ, ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 30 സെന്റിമീറ്റർ ആണ്. ആ ട്രയാങ്കിളിന്റെ എല്ലാ വശങ്ങളുടെയും സ്ക്വയറിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് 338 കിട്ടുന്നു. ഇപ്പൊ ഇതാണ് ഒരു ട്രയാങ്കിൾ എങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഇത് എയും ഇത് ബിയും ഇത് സി ആണെങ്കിൽ ആ എയും ബിയും സിയും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 30 ആണ്. ഇനി എന്റെ സ്ക്വയറും ബിന്റെ സ്ക്വയറും സിന്റെ സ്ക്വയറും കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 338ആണ്. ഇനി നിങ്ങളുള്ള ചോദ്യം എ എത്ര, ബി എത്ര, സി എത്ര എന്നാണ്. ആൻസർ കണ്ടെത്തുക. ഈ 3 ചോദ്യം ദേവദത്ത ഒന്ന് വായിച്ചെടുക്കുമോ? ഒരു സംഖ്യക്ക് 8 ഘടകങ്ങളുണ്ട്. അതിൽ 2 എണ്ണം 21ഉം 35ഉമാണ്. Then what is the number? എങ്കിൽ സംഖ്യ ഏത്? Second question. 2⁵ into 5⁵7
30 centimeter. The sum of the squares of all three sides is 338. Then what is the length of the three sides? Okay. ഒരു ത്രികോണ യെസ് കണ്ടിന്യൂ യെസ്. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 30 സെന്റിമീറ്റർ ആണ്. ആ ത്രികോണത്തിന്റെ വശങ്ങളുടെ സ്ക്വയറുകളുടെ വർഗങ്ങളുടെ തുക 338 ആണ്. എങ്കിൽ ആ മൂന്ന് വശങ്ങളുടെയും അളവ് യെസ്. അപ്പം ഇന്നത്തെ ഈ 3 ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്ത് അറിയിക്കുക, കമന്റ് ചെയ്താൽ മതി. അടുത്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. അടുത്ത നമ്പർ എത്രാമത്താന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ആ വീഡിയോ നോക്കിയിട്ട് ഒരു സീരിയൽ നമ്പർ പ്രകാരം കാണുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ അത് നിങ്ങൾ അറിയിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.